തിരുനാവായയിൽ കുംഭമേളയ്ക്കായി നിർമ്മിച്ച പാലത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പരിശോധന നടത്തി. തിരുനാവായ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ പാലത്തിലാണ് പരിശോധന നടന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. പാലത്തിന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ് തിരുനാവായിൽ നിന്ന്. അരവിന്ദൻ, ഈ കുംഭമേളയ്ക്കായി നിർമ്മിച്ച പാലം അതിപ്പോൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വന്ന് പരിശോധന നടത്തുകയുണ്ടായല്ലോ, എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? കുംഭമേള അതായത് മഹാമാഘം തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടും എനിക്ക് പിറകിലുള്ള ഈ താൽക്കാലിക പാലത്തിന് അധികൃതർ അനുമതി നൽകിയിരുന്നില്ല. അതിനാൽ തന്നെ വിശ്വാസികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. എനിക്ക് പിറകിൽ കാണുന്ന നിലയുടെ അപ്പുറത്തുള്ള മണൽപ്പരപ്പിലാണ് തിരുനാവായയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ നിള ആരതി വൈകുന്നേരങ്ങളിൽ നടക്കുന്നത്. അവിടേക്ക് എത്തുക എന്നുള്ളത് ഭക്തജനങ്ങൾക്ക് വളരെ വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ പലപ്പോഴും പലർക്കും ഈ കരയിൽ നിന്ന് അങ്ങോട്ട് എത്തുക അസാധ്യമാണ്. ഒന്നോ രണ്ടോ ബോട്ടുകൾ മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ളത്. മറിച്ചാണെങ്കിൽ വലിയ തോതിൽ 15 കിലോമീറ്ററോളം വളഞ്ഞു വേണം അപ്പുറത്ത് എത്തുവാൻ. അതിനാൽ തന്നെ ഭക്തർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ പാലത്തിന് സ്റ്റോപ്പ് മെമ്മോ വില്ലേജ് ഓഫീസർ നൽകിയിരുന്നു. അതിനാൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് അധികൃതർ വാക്കാലുള്ള അനുമതി കൊടുത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയെങ്കിലും ഇതുവരെ പരിശോധനയൊന്നും നടന്നിരുന്നില്ല. അതിനാൽ തന്നെയാണ് സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഇന്ന് ജില്ലാ പോലീസ് മേധാവിയോടും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരോടും സ്ഥലത്തെത്തി പരിശോധന നടത്താനും പാലത്തിലെ സുരക്ഷ സംബന്ധിച്ച് പരിശോധന നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്ത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം ഉണ്ടായിരുന്നു. പാലത്തിന് എന്തെങ്കിലും ബലക്ഷയം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും സംഘാടകർക്ക് നൽകാനും ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ അത്തരം നിർദ്ദേശങ്ങളെല്ലാം പൊതുമരാമത്ത് വകുപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഉടൻ തന്നെ ഈ പാലത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംഘാടകർ. അതോടുകൂടി വരും ദിവസങ്ങളിൽ കൂടുതലായി ഭക്തർ എത്തും. ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹം വൈകുന്നേരങ്ങളിൽ ഇവിടേക്ക് ഉണ്ട്. വരും ദിവസങ്ങളിൽ കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. അതിൽ തന്നെ ആ ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് സംഘാടകരുടെ ആവശ്യം. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിന് നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വിശ്വാസികളുടെ ഭാഗത്തുനിന്നും വലിയ തോതിൽ പ്രതിഷേധം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിനാൽ തന്നെ കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ വരും ദിവസങ്ങളിൽ നടക്കും. നാളെ രഥയാത്ര തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് ആരംഭിച്ച ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച രഥയാത്ര നാളെ ഇവിടെ എത്തും. കൂടാതെ വിശേഷാൽ പൂജകളുമെല്ലാം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നിരുന്നത് പ്രായശ്ചിത്ത കർമ്മങ്ങളും മറ്റുമായിരുന്നു. ഇനി ദേവതാ പൂജകളുടെ സമയമാണ്. അത് നാളെ മുതൽ ആരംഭിക്കുന്നു. 3-ാം തീയതി വരെ ഇത്തരത്തിൽ പൂജകളും പ്രധാനപ്പെട്ട ചടങ്ങുകളും നീണ്ടു നിൽക്കും. സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും. അങ്ങനെ ഈ സായാഹ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയാകർഷിക്കുന്നത് നിള ആരതിയാണ്. ഇത് ദർശിക്കുന്നതിനായി നിരവധി പേർ എത്തുന്നു. അതുപോലെ തന്നെ ഈ മേളയിലെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഭക്തർക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു ചടങ്ങ് നിള സ്നാനമാണ്. നിളാസ്നാനം എന്ന് പറഞ്ഞാൽ മഹാമാഘ വേളയിൽ ഭാരതപ്പുഴയിൽ സപ്തനദികളുടെ സാന്നിധ്യം ഉണ്ടാകും. ആ ദേവിയെ വന്ദിക്കുകയും ആ സമയത്ത് പുഴയിൽ കുളിക്കുന്നതും വളരെയധികം പുണ്യം ഉണ്ട് എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈ വേളയിൽ മഹാമാഘം നടക്കുന്ന ഈ വേളയിൽ ഇവിടെ സ്നാനം ചെയ്യുന്നതിനായി നിരവധി പേർ എത്തുന്നു. രാവിലെ മുതൽ സ്നാനം തുടങ്ങാറുണ്ട്. പല സംസ്ഥാനത്തിൻ്റെ അകത്തും പുറത്തുമായി നിരവധി പേർ ഇവിടെ എത്തുന്നുണ്ട്. ഇന്ന് മുൻ DGP ടി പി സെൻകുമാർ അല്പസമയം മുൻപാണ് ഇവിടെ തിരുനാവായിലെത്തുകയും നിളയിൽ സ്നാനം ചെയ്യുകയും ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പാലം എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുമെന്നാണ് ഇപ്പോൾ സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. മായ. ശരി, അരവിന്ദനാണ് തിരുനാവായിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.